അയ്യ വണക്കം. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. ഒരു സ്ത്രീയോട് ബസ്സിൽ ഒരു ഞരമ്പൻ അപമര്യാദയായി പെരുമാറുന്ന വീഡിയോ ആണ്. ആ സ്ത്രീയെ അവൻ കടന്നു പിടിക്കാനായി ശ്രമിക്കുമ്പോൾ സ്ത്രീ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു. പക്ഷേ അവർ വീഡിയോ എടുക്കുന്നുണ്ട്. അവർ വീഡിയോ എടുത്തിട്ട് ശേഷം അവരുടെ സ്വകാര്യ ഭാഗത്തിലേക്ക് ഇവൻ്റെ കൈകൾ നീളുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇവൻ്റെ കാരണക്കുറ്റിക്ക് ഒരെണ്ണം കൊടുക്കുന്നു. കാരണക്കുറ്റിക്ക് ഒരെണ്ണം കൊടുത്ത് ഒരടിയിലൊന്നും നിർത്തുന്നില്ല, അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ശേഷം ഇവനോട് എഴുന്നേറ്റ് പോകാനായിട്ട് പറയുന്നു. ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ മുഴുവൻ കണ്ട ശേഷം ഈ വീഡിയോ തുടർന്നും കാണണം. അതായത് ഇത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളിത് തുടർന്ന് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് എന്നെനിക്ക് കരുതേണ്ടി വരും. അതെൻ്റെ മനസ്സിൽ ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും. കാരണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ സമൂഹം ഈ വീഡിയോയോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഞാൻ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, മാധ്യമങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളൊരു അനാലിസിസ് നമുക്ക് കേൾക്കണമല്ലോ. അത് കേൾക്കണമെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോലെ, ഞാൻ ഒരു വീഡിയോയിലും എൻ്റെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യില്ലേ എന്ന് പറയുന്നില്ല. പക്ഷേ ഈ വീഡിയോ ഞാൻ പർട്ടിക്കുലറായിട്ട് പറയാനുള്ള കാരണം ഈ വീഡിയോ കാണുന്ന ആൾ ഇത് മുഴുവൻ കാണണം എന്നെനിക്കൊരു ചെറിയ നിർബന്ധമുള്ളത് കൊണ്ടാണ് എന്ന് കൂട്ടിക്കും. ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോവാം. വീട്ടിൽ അമ്മയമ്മമാരൊന്നും എന്ത് വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നത് അറിയോ? ബസ്സിൽ ഇരുന്ന് ഇങ്ങനെയാണ് ഓരോരുത്തർ പെരുമാറുന്നത്. ഇത്രയും പേര് നോക്കിക്കൊണ്ട് നിൽക്കല്ലേ, തനിക്ക് വീട്ടിൽ അമ്മയമ്മമാരൊന്നും ഇല്ലേ? ഇയാളെ മര്യാദയ്ക്ക് ഇറക്കി വിട്ടോ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് നേരെ വണ്ടി വിട്ടോ. അതായിരിക്കും നല്ല മുഖം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ എടുത്തത്. പറഞ്ഞില്ലെന്ന് കേട്ട കണ്ടല്ലോ, ഇതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് എന്ന്. അവർ ഒരുപാട് കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അത് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും നമ്മുടെ സമൂഹം അതിനെയൊക്കെ കളിയാക്കാറുണ്ട്, ട്രോള് ചെയ്യാറുണ്ട്. അത് സമൂഹത്തിൻ്റെ ഒരു ന്യൂനതയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്നൊരു സഹോദരിയെ ഒരു വൃത്തികെട്ടവൻ ചവിട്ടിത്തള്ളി താഴെ ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സത്യം പറഞ്ഞാൽ യവനെയൊന്നും ഭൂമുഖത്ത് വച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്തതാണ്. ടു ബി ഫ്രാങ്ക്, തുറന്നു പറയാം, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഗോവിന്ദച്ചാമിയെ പോലെ ജയിലിൽ പിടിച്ചിട്ട് മട്ടനും ചിക്കനും കൊടുത്ത് വളർത്തേണ്ടവനല്ല. ആ സമയത്ത് എല്ലാവരും ഫോക്കസ് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ സുരക്ഷ പോരാ എന്നുള്ളതാണ്. സത്യമാണ്, ട്രെയിനിൽ സുരക്ഷ പോരാ. നമ്മുടെ രാജ്യം ഒരു വലിയ രാജ്യമാണ്. 140 കോടി ജനങ്ങളുണ്ട്. 140 കോടി ജനങ്ങൾക്കും ഓരോ പോലീസിനെ ഇടുക എന്നുള്ളത് പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാനാണ് നമ്മൾ വോട്ട് ചെയ്ത് ഓരോരുത്തരെയും അകത്ത് കയറ്റിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. അവൻ 3 ബാറിൽ മാറി മാറി കയറിയ ശേഷമാണ് ട്രെയിനിലേക്ക് കയറിയിരിക്കുന്നത്. 3 ബാറിൽ. ഈ ബാർ ആരാണ് തുറന്നു വച്ചിരിക്കുന്നത്? ഈ ബാർ ആരാണ് ഇവിടെ കൂട്ടുന്നത്? ആരാണ് നമ്മുടെ സമൂഹത്തെ മദ്യപാനത്തിലേക്ക് കൂടുതലായി തള്ളിവിടുന്നത്? ഇതൊക്കെ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത് കൊണ്ടാണല്ലോ ഈ സംഭവം ഉള്ളത്. LDF സർക്കാർ ഇവിടെ കയറുമ്പോൾ ഒരു മദ്യവിമുക്ത കിനാശ്ശേരി എന്ന് പറഞ്ഞാണല്ലോ ഇവിടെ കയറിയുള്ളത്. അപ്പോൾ ഈ കാര്യം കൂടെ അവിടെ ഗുരുതരമായിട്ട് അഡ്രസ്സ് ചെയ്തേ മതിയാവും. അപ്പോൾ ആ കാര്യം ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് അഡ്രസ്സ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ സ്ത്രീയുടെ അനുഭവം ഈ സ്ത്രീയുടെ മാത്രം അനുഭവമല്ല, പല സ്ത്രീകൾക്കും ഇതുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് ചെയ്യുന്നവൻ്റെ മതം നോക്കിയും ജാതി നോക്കിയും സ്റ്റാറ്റസ് നോക്കിയും സ്ത്രീകളെ കുറ്റക്കാരാക്കുന്ന കാഴ്ചയാണ് നമുക്ക് പല ഭാഗത്തും കാണാനായിട്ട് സാധിക്കുന്നത്. മസ്താനി എന്ന് പറയുന്ന ഒരു പെണ്ണ് അവരെ കയറി പിടിച്ച, അല്ലെങ്കിൽ അവരെ സ്വകാര്യ ഭാഗം കാണിച്ച് ഒരുത്തനെ എതിർത്തിരുന്നു. അങ്ങനെ എതിർത്ത ആ സ്ത്രീയെ മോശക്കാരിയാക്കുന്ന കാഴ്ച നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാനായിട്ട് സാധിച്ചു. അതിൻ്റെ മുന്നിൽ ചുക്കാൻ പിടിച്ചത് നമ്മുടെ സമൂഹത്തിലെ പല രാഷ്ട്രീയ നിരീക്ഷകർ എന്ന പേരിൽ ചുടാപ്പികളുടെ മൂട് താങ്ങുന്ന പല വേട്ടാവളിയന്മാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ സവാദ് എന്ന് പറയുന്നവനെ ന്യായീകരിച്ച് അവൻ പുറത്തിറങ്ങിയപ്പോൾ അവനെ മാലയിട്ട് അവസാനം അവൻ അടുത്ത ബസ്സിൽ കയറി അടുത്ത പെണ്ണിനെ എന്ത് ചെയ്തു? തുറന്ന് ഈ സാധനം കാണിച്ചു. അപ്പോൾ ആ സമയത്ത് യവന്മാരെയൊക്കെ അണ്ണാക്കി പിരിവെട്ടി. മസ്താനിക്കെതിരെ ഇവർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ആ സ്ത്രീ ക്ലീവേജ് കാണിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നു, അനാവശ്യമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. അവരെന്തോ ചെയ്തുകൊണ്ട് പോട്ടെ, അവരിപ്പോൾ ഒരു മോശപ്പെട്ട സ്ത്രീയാണോ? ഇനിയിപ്പോൾ ഒരു മോശപ്പെട്ട സ്ത്രീ ആണെങ്കിൽ തന്നെയും അവരെയല്ല പറയുന്നത്. ഇനി നിങ്ങളൊരു മോശപ്പെട്ട സ്ത്രീ ആണെങ്കിൽ, സ്ത്രീയുടെ അടുത്ത് പോവുകയാണെങ്കിൽ തന്നെയും ആ സ്ത്രീയുടെ ദേഹത്ത് നിങ്ങൾക്ക് തൊടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ആ സ്ത്രീയുടെ അനുവാദം വേണം. ആ സ്ത്രീയുടെ അനുവാദം ഉണ്ടെങ്കിലേ തൊടാൻ പറ്റൂ. നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ കൂടെ നിങ്ങൾ ആ ഭാര്യയുമായി 100 വട്ടം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുള്ളൂ. പക്ഷേ 101ാമത്തെ വട്ടം ഏർപ്പെടുമ്പോൾ അവളെ തൊടാൻ പോകുമ്പോൾ അവളെ അനുവാദം വേണം.
അതാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നതും നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നതും സ്ത്രീകളുടെ കൺസേൺ എന്ന് പറയുന്നതും. അപ്പോൾ ഇത്രയും സാധനം വേണം. അപ്പോൾ ആർക്കും അങ്ങനെ കയറി മേയാവുന്ന ഒരു വസ്തുവല്ല സ്ത്രീ എന്ന് പറയുന്നത്. ഇങ്ങനൊരു സാഹചര്യം ബസ്സിലുണ്ടാകുമ്പോൾ സ്ത്രീകൾ പ്രതികരിക്കുന്ന രീതി എങ്ങനെയാകണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്ത്രീകളുടെ പ്രതികരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കാണുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരോടായിട്ട് പറയണം, ബസ്സിൽ നിങ്ങളൊരു സംഭവം ഇത്തരത്തിലൊരു സംഭവം നേരിടുകയാണെങ്കിൽ ഒരിക്കലും പതറരുത്. ആദ്യം തുടക്കത്തിൽ സ്ത്രീകളൊക്കെ പതറിപ്പോകും. കാരണം ഇങ്ങനൊരു എക്സ്പീരിയൻസ് അവർക്ക് വരുന്നില്ല, അവർക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. പതറരുത്. കാരണം അവർ പതറിപ്പോകുന്നതിൻ്റെ കാരണം സമൂഹം എന്ത് ചിന്തിക്കും എന്നുള്ളൊരു രീതിയാണ്. ഒരു സ്ത്രീയെ ഒരുത്തൻ വന്ന് ബാക്ക് സൈഡിൽ പിടിക്കുന്നു. ബാക്ക് സൈഡിൽ പിടിക്കുമ്പോൾ സ്ത്രീ അത് സഹിച്ചും ക്ഷമിച്ചും ട്രോമറ്റൈസ്ഡ് ആയിട്ട് ആ ബസ്സിൽ നിൽക്കുകയാണ്. കാരണം അവർക്ക് ഒച്ച എടുക്കണമെന്നുണ്ട്. പക്ഷേ ഒച്ച എടുത്താൽ സമൂഹം എന്ത് വിചാരിക്കും? അതായത് പുറത്തിറങ്ങുന്ന ആൾക്കാരെന്ത് പറയും, ഇന്നലെ മറ്റവൻ്റെ കൂടെ ബസ്സിൽ അവള് മറ്റേ പരിപാടിയായിരുന്നു എന്ന് പറയും ആൾക്കാർ. ഇതാണ് സമൂഹം. അപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് സ്ത്രീ എന്ത് ചെയ്യും? അത് സഹിച്ചു നിൽക്കും. പക്ഷെ അങ്ങനെ സഹിച്ചു നിൽക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാലം മാറി. സ്ത്രീകൾ ശബ്ദമുയർത്തണം. സ്ത്രീകൾ പറ്റുമെങ്കിൽ ഒന്ന് പൊട്ടിക്കണം. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ സഹായം അഭ്യർത്ഥിക്കണം. നിങ്ങളുടെ കയ്യിൽ ഡിജിറ്റൽ എവിഡൻസിനായി വീഡിയോ ഇപ്പോൾ കണ്ടതുപോലെ ഷൂട്ട് ചെയ്യണം. വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനായിട്ട് പറയണം. നിങ്ങളുടെ കയ്യിൽ പിങ്ക് പോലീസിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരള പോലീസിൽ ഇത്തരത്തിൽ സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ട്, അതെടുത്ത് കറക്കണം. പോലീസിനെ വിളിക്കണം. ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ വിചാരിക്കരുത്. ഇനി അടുത്തതായിട്ട് ഇതിൽ സമൂഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. സമൂഹത്തിൻ്റെ നിലപാടാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞാനൊരു ഇൻഡിവിജ്വലാണ്. അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുമ്പോൾ എനിക്കെന്തായിരിക്കും? എൻ്റെ നിലപാട് വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഞാനൊരു സമൂഹത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി അവിടെ നഷ്ടപ്പെട്ട്, എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ട് ആ സമൂഹത്തിൻ്റെ നിലപാട് അഡോപ്റ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും? സമ്മർദ്ദത്തിലാകും. അങ്ങനെ സമ്മർദ്ദത്തിലാകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നതെന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വലായിട്ട് ഞാൻ നോക്കുമ്പോൾ അതൊരു പാവം പെണ്ണ്, എന്ത് ചെയ്യാൻ? പക്ഷേ 10 പേര് കൂടി നിൽക്കുന്നിടത്ത് അവർ പറയണം ആ പെണ്ണ് പോക്ക് കേസാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാനും കൂടെ അവിടെ ചെന്ന് അത് തന്നെ ശരി തന്നെ, വളരെ കറക്റ്റാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം. അല്ലെങ്കിൽ അവിടെ വോയിസ്, എടാ നിനക്കൊക്കെ ഇത് പറയാൻ എന്ത് അധികാരം എന്ന് ചോദിക്കാനുള്ളൊരു വോയിസ് നമ്മൾ ഉയർത്തണം. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു നിലപാട് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമൂഹം ഇവിടെ വലിയ വീഴ്ച പല ഭാഗത്തും വരുത്തുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പലപ്പോഴും സംഭവം പുറത്തു വന്നാൽ ഉടനെ തന്നെ സമൂഹം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവൾ എന്തിനീ വസ്ത്രം ധരിച്ചു? അവൾ എന്തിനാ സമയത്ത് പുറത്തിറങ്ങി? ഇവൾ എന്താണ് ചെയ്യുന്നത്? ഇവൾ എന്താണ് പഠിച്ചത്? ഇവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്താണ്? ഇവളുടെ അച്ഛൻ ആരാണ്? ഇവളെ വീട്ടിൽ നിന്ന് അഴിച്ചു വിട്ടിരിക്കുക? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യമാണ് സമൂഹം ആദ്യം ചോദിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ട്രോമയല്ല അവിടെ സമൂഹത്തിന് വലുതെന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങൾ തന്നെയാണ് ഈ കുറ്റകൃത്യത്തെ കുറ്റക്കാരനിൽ നിന്ന് ഇരയിലേക്ക് മാറ്റുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത്. പോരാത്തതിന് ഈ കുറ്റകൃത്യം ചെയ്യുന്നവന് ഒരു സൂപ്പർ കോൺഫിഡൻസ്, ഇതിലും കൂടിയ കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു സൂപ്പർ കോൺഫിഡൻസും സമൂഹം ഇതിൽ അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്നുണ്ട് എന്ന് വ്യസന സമേതം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി സമൂഹം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സ്ത്രീയുടെ ശബ്ദത്തെ അവിടെ പിന്തുണയ്ക്കണം. സ്ത്രീയുടെ ശബ്ദം അവിടെ പിന്തുണച്ച് അവളെ പരിഹസിക്കാതെ അവളെ ചേർത്ത് പിടിക്കുകയാണ് സമൂഹം ചെയ്യേണ്ടത്. പോരാത്തതിന് അടിച്ചെങ്കിൽ അടിച്ചതിലൊരു തെറ്റുമില്ല എന്ന് സ്ത്രീക്ക് കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് സമൂഹത്തിന് അവിടെ കഴിയില്ല. എക്സെപ്ഷൻസ് വരാം, എനിക്ക് ഉറപ്പായിട്ടും അറിയാം. കാരണം ഈ സ്ത്രീ ഒരു മോശക്കാരിയാണെങ്കിലോ പുരുഷനെ കുടുക്കിയതാണെങ്കിലോ അതിനാണ് ഇവിടെ നിയമ സംവിധാനങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളത്. നിയമ സംവിധാനങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളത് അതിനു വേണ്ടി മാത്രമാണ്. പോരാത്തതിന് ബസ്സിലൊക്കെ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് ജെനുവിൻ കേസുകളാണ്. നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നതാണ്. എന്തിനു പറയുന്നത്? പുരുഷന്മാർക്ക് നേരെ വരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ. ഇത്തരത്തിലുള്ള അത്തരം കാര്യങ്ങൾ വരെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കുറ്റക്കാരനെ കുറ്റക്കാരനായി തന്നെ സമൂഹം കാണണം. അല്ലാതെ നിങ്ങൾക്ക്, അതായത് സ്ത്രീയെ നോക്കി നിനക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കാം, ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കാം എന്നൊക്കെ പറയുന്ന ആ വാചകങ്ങൾ സമൂഹം അവസാനിപ്പിക്കണം. അത് വളരെ മോശപ്പെട്ടൊരു പ്രവണതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ബേസിക്കലി എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തത്, കുട്ടികളെയും യുവാക്കളെയും എന്ത് ചെയ്യുക? വിദ്യാഭ്യാസത്തിലൂടെ ബോധവൽക്കരിക്കുക എന്നുള്ളത് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന വലിയ ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിലൂടെ ബോധവൽക്കരിക്കുക, സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ എന്താണ് സെക്സ് ആൻഡ് എഡ്യൂക്കേഷൻ? കാരണം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? അവനെ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മാത്രമേ ഒരു അഡോളസൻസ് പീരീഡ് ആകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണെന്നും ഇതൊക്കെ ഏത് രീതിയിലാണ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നും കുട്ടിക്ക് മനസ്സിലാവും. ഇതൊക്കെ നടക്കൂടെ എന്ന് ചില ആൾക്കാർ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ പഠിച്ചു വരുന്ന പല കാര്യങ്ങളും അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്ത് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളൂ, ഇല്ലേ? അതായത് MBBS ഡോക്ടറായിരിക്കുന്ന ഒരാൾ എന്താണ്
പാലം പണിയാൻ പോവില്ല. അയാൾ എന്താണ് ചെയ്യുന്നത്? അയാൾ നേരെ കത്തിയെടുത്തൊരു സർജനായി ഹാർട്ട് ഓപ്പറേഷനാണ് പോകുന്നത്. അല്ലാതെ സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാൾ നേരെ ഇറങ്ങി വന്ന് ഡോക്ടറുടെ പണിയെടുക്കാൻ നിൽക്കില്ല. അപ്പോൾ അതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനറിയാം. അതുപോലെ ഇതും സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അവർക്കത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു എക്സസൈസ് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇമ്പോർട്ടൻ്റ്. ഒരു സ്ത്രീയെ ഇത്തരത്തിൽ അനുഭവം നേരിട്ട ഒരു സ്ത്രീയെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ മറ്റ് സ്ത്രീകൾക്കും കൂടെ ബോധവൽക്കരണവും പ്രചോദനവുമാവുന്ന രീതിയിൽ അവതരിപ്പിക്കണം. ഇതങ്ങനെ അവതരിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ കുറ്റം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതെന്താകുന്നത്, ഒരു വളമായി മാറുന്നത്. ഞാനിത് പറയുന്നത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. കാരണം പുരുഷന്മാർ കൊടുക്കാനായിട്ട് സ്ത്രീകൾ പല ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട്. സംഭവം സത്യമാണ്, അങ്ങനെ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നാളെ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെയും ഇതുപോലുള്ളവന്മാർ കയറി പിടിച്ചെന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും ഒരു ത്രാസിലിട്ട് തൂക്കരുത്. എല്ലാ കേസുകളും ഒന്നല്ല, എല്ലാ കേസുകളും ഡിഫറൻറ്റ് തന്നെയാണ്. അവരവരുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസിൽ നിന്നും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് ജനറലായിട്ട് എടുത്ത് നോക്കുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് പല KSRTC ബസ്സുകളിലും പല പ്രൈവറ്റ് ബസ്സുകളിലും. ഇനി അടുത്തത് സമൂഹ മാധ്യമങ്ങൾക്കും പത്രമാധ്യമങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തമാണ്. എന്താണ് ഈ സമൂഹ മാധ്യമങ്ങൾക്കും പത്രമാധ്യമങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്തമുള്ളത്? ഇവർക്കാണ് കുറച്ചുകൂടെ വലിയ ഉത്തരവാദിത്തം, വലിയ പങ്കുള്ളത് എന്ന് ഞാൻ പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ വീഡിയോ വൈറലാക്കി ഒരിക്കലും സെൻസേഷണലൈസ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം. ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോകരുത്. കാരണം ഇതൊരു സെൻസേഷണൽ വീഡിയോ അല്ല. കാരണം ഇത് മുഴുവൻ കാണണം. ഇതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇതൊരു സെൻസേഷണലാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. ഈ സ്ത്രീ ഒന്ന് അഭിനന്ദിക്കണമെന്ന് തോന്നി. അവരെ ഒന്ന് എന്താ പറയുക, അവർ ചെയ്തൊരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത് മറ്റുള്ള സ്ത്രീകൾക്കും ഇത് പ്രചോദനമാകണം. അതുകൊണ്ട് ഈ കാര്യം എന്ത് ചെയ്യണം, സമൂഹത്തിലുള്ള മറ്റ് സ്ത്രീകളിലേക്കും എത്തിപ്പെടണമെന്ന് തോന്നി. അതുകൊണ്ട് ഈ വിഷയം ഈ വീഡിയോസ് എടുത്തിട്ട് സെൻസേഷണലാക്കരുത്. പോരാത്തതിന് ഈ സ്ത്രീയുടെ ഈ സാഹസികത ഒരു ബോധവൽക്കരണ ടൂളായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഓൺലൈൻ മാധ്യമങ്ങളുടെയും കയ്യിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നൊരു സംഭവം എന്ന് പറയുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് തോന്നി എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ശരി.